Everyone I am telling, that sister who came from Bangalore, she went to the showroom and prayed, she got it. ഇതെല്ലാം വിശ്വാസവും ദൈവവചനത്തിൽ ജീവിക്കണം, എങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായി? വിശ്വാസം വേണം, ദൈവവചനത്തിൽ ജീവിക്കുകയും വേണം. A new car is coming, so celebrate yourself. ഇതാണ് ഇത് കേട്ടോ. എവറി ഡേ സെലിബ്രേറ്റ്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ. സോ യുവർ ലൊക്കേഷൻ ഇസ് ചേഞ്ചിങ്. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ദൈവം മാറ്റുകയാണ്. യു ആർ സീക്കിംഗ് ഫോർ എ ചേഞ്ച്. ഒരു സാഹചര്യം മാറാനാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വെരി സൂൺ യു വിൽ സീ ദ ബ്ലെസ്സിങ്. മകനുണ്ടോ? ഗോഡ് ഈസ് ഹീലിംഗ് യുവർ സൺ. മകൻ എന്തെങ്കിലും മകനൊരു രോഗമുള്ളതുപോലെ കാണുന്നു, ഉണ്ടല്ല, ദൈവം സൗഖ്യമാക്കുന്നു നിങ്ങളുടെ മകന്. ആൻഡ് God is protecting you from all sickness. എല്ലാ പനിയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം തരുന്നു. നിങ്ങളുടെ അതിരുകളെ ദൈവം വിശാരം. God is extending your boundaries and He is enlarging your boundaries. You will go abroad. ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടപ്പുണ്ട്. God is answering, the right person is coming in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടിയാണ് ഇന്നിവിടെ വന്നത്, ആണോ? നിങ്ങൾ ഏതോ ഒരാൾക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, ആണോ? അതിനുവേണ്ടിയാണ്. That person is coming. You are seeking some person in your life and that person is coming. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. Very soon it will be revealed. Within 1 week that person will call you. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളെ വിളിക്കും. So it will be a sign. അത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കും. അപ്പൊ ഇതാണ് ദൂത് കേട്ടോ. Think about the heavenly things. സ്വർഗീയ കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചിരിക്കുക. Don't think about the earthly things. ഭൂമിയിലുള്ള കാര്യം ചിന്തിക്കരുത്. Your mind is upset because of thinking of the worldly things. നിങ്ങളുടെ മനസ്സ് ദുഃഖിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്? ലോക കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. Think about the heavenly things and God is delivering you. നിങ്ങളുടെ ഇളയ മകൻ നിങ്ങളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട്, ഉണ്ടോ? He is creating problems in your life. നിങ്ങളുടെ പൈസയൊക്കെ എടുത്തോണ്ടിരിക്കുന്നു നിങ്ങളുടെ ഇളയമാൻ. ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല. He is taking your money. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ഇളയമാൻ എടുത്തോണ്ടിരിക്കുകയാണ്. Very soon God will give him repentance. ഒരു മാനസാന്തരം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട പൈസ നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട പൈസ ഇപ്പൊ മകൻ എടുത്തോണ്ടിരിക്കുകയാണ്. ശരിയോ തെറ്റോ? അദ്ദേഹത്തിന് അറിയാം. സോ ശരിയല്ലേ? ശരിയോ തെറ്റാ? എന്ത് പറഞ്ഞു? അത് പുള്ളി എടുത്തായിരിക്കും അല്ലേ? Praise the Lord. സോ എന്താ പറഞ്ഞത്? മീറ്റിങ്ങിന് വന്നതാണോ? അല്ല. ഓക്കെ. യുവർ യങ്ങർ സൺ ഈസ് ടേക്കിംഗ് യുവർ മണി. ഗോഡ് വിൽ ടച്ച് ഹിം. നിങ്ങളുടെ മകനെ ദൈവം തൊട്ട് മകൻ ഒരു മാനസാന്തരം വന്ന ശേഷം ആ പൈസ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓൾസോ ഈസ് മിസ്യൂസിങ് യുവർ പ്രോപ്പർട്ടി. നിങ്ങളുടെ വസ്തുവിനെയും ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. സോ എവറിത്തിങ് വിൽ ബി റെഡി. നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു ഉണ്ടോ, വല്ല മൂവബിൾ ഓർ റിമൂവബിൾ, വല്ല വാഹനമോ അതോ സ്ഥലമോ, അത് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും
വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ ലോൺ അടയ്ക്കുന്ന വാഹനത്തെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. God is settling everything. And God will give you a new house. Everything will go well. New journeys are coming. The location is changing. കേട്ടോ, ഇതാണ് ദൂത്. ഇനിയും ദൂത് പറയാത്ത ആർക്കുണ്ട്? You are looking at flight. നിങ്ങൾ പ്ലെയിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? പ്ലെയിന് നിങ്ങളെ പ്ലെയിനിൽ നോട്ടോ വയ്ക്കുന്നത് ഞാൻ കാണുന്നു. എന്താണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലെയിൻ ഉണ്ടാക്കുകയാണ് അല്ലേ? സോ യു വിൽ ബിക്കം എ പൈലറ്റ്. നിങ്ങളൊരു വിമാനം ഓടിക്കുന്ന ഒരാളായിട്ട് വരും. യു വിൽ സ്റ്റഡി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അതായിരിക്കും നിങ്ങൾ പഠിക്കുന്ന വിഷയം. അതായത് യു വിൽ സ്റ്റഡി ഫിസിക്സ് ആൻഡ് ദെൻ യു വിൽ സ്റ്റഡി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്താണ്? ഈ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. ആൻഡ് യു വിൽ ഫ്ലൈ അബ്രോഡ്. യു വിൽ പ്രീച്ച് ദ വേർഡ്. നിങ്ങൾ ദൈവവചനം സംസാരിക്കും. അപ്പോൾ ഇതാണ് ദൂത് കേട്ടാ. നിങ്ങൾ വീട്ടിൽ നേരത്തെ പോകുന്നട്ടാ. എത്ര മണിക്ക്? 6:30 ശേഷം വീട്ടിന് പുറത്ത് പോയല്ലേ കേട്ടോ. ഇരുട്ടിക്കഴിഞ്ഞാൽ വീടിന് വെളി ഇറങ്ങല്ലേ, വീടിനകത്ത് തന്നെ ഇരുന്നോളാം കേട്ടോ. കേട്ടില്ല? അതാണ് നല്ലത് കേട്ടോ. സ്നാനപ്പെടാൻ പോകുന്നതുകൊണ്ട് നേരത്തെ ഒരുങ്ങി വരികയാണ്. നേരത്തെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോവും, രാത്രിയൊക്കെ പോയി വരത്തില്ല. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? നേരത്തെ വരികയാണ് അല്ലേ. അപ്പൊ ഇത് ആൾക്കാരെ മാറ്റുന്ന സ്ഥലമാണ്. കാരണം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. You resign the job, the other sister on the back side. You resign the job and do the ministry. നിങ്ങൾ എഴുന്നേറ്റ് നിന്നോളൂ. നിങ്ങൾക്ക് ദൈവവേലയാണ് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി God wants you to do the work of the Lord, but you are not listening to God. ദൈവവേല ചെയ്യാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് പോകുന്നില്ല. എന്ത്? Then what you are doing now? Peter had problems, but he was doing the ministry. പത്രോസിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പത്രോസ് യേശു പറഞ്ഞപ്പോൾ എന്താണ്? എല്ലാം വിട്ടിട്ട് പോയി. Peter had problems in his house. പത്രോസിന് വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് യേശു വിളിക്കുന്നത്, നീ അതൊക്കെ നിർത്തിയിട്ട് ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ പ്രാരാബ്ധത്തിൽ നിൽക്കുകയാണെന്ന് പറയുമോ പത്രോസ്? മനസ്സിലായോ? So you are thinking that when you serve the Lord, your problems cannot be solved. നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണ്? നിങ്ങൾ ദൈവവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാരാബ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടത്തില്ല. അപ്പോൾ ദൈവത്തെ അത്ര ചെറുതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? You are thinking that when you go and work somewhere else, you will have enough money and abundance for your children. നിങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി, if you are thinking if you have a business, you will have enough money. നിങ്ങൾ ഒത്തിരി തവണ ബിസിനസ് ചെയ്യാൻ നോക്കി, പല കച്ചവടങ്ങളൊക്കെ ചെയ്യാൻ നോക്കി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് വെൽ. ഒന്നും ശരിയാകുന്നില്ല. ആൻഡ് you are thinking if you had a better job, either in a government sector or in a private sector, you will be blessed. നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് പ്രാരാബ്ധത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുമെന്ന് വിചാരിക്കുകയാണ് അല്ലേ. ബട്ട് യു ആർ നോട്ട് ഹാവിങ് ജോബ്, the business is not running well. ഇതൊന്നും ശരിയാകുന്നില്ല. Why? Peter was also not having money because he was a fisherman. പത്രോസ് ഒരു മീൻ പിടിക്കുന്ന ആളായിരുന്നു. He got money from fishing. മീൻപിടുത്തത്തിൽ നിന്ന് പത്രോസിന് പൈസ കിട്ടിക്കൊണ്ടിരുന്നു. ബട്ട് ഇമ്മീഡിയറ്റ്ലി എവറിത്തിങ് വാസ് സ്റ്റോപ്ഡ്. പത്രോസിന്റെ മീൻ പിടിക്കലൊക്കെ നിന്നുപോയി. സോ ജീസസ് met him and said, you cast the net there. യേശു
പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീ അവിടെ വലയിടാൻ പറഞ്ഞു. സോ he cast the net there. അവിടെ വലയിട്ടപ്പോൾ there was abundance of fish.